നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒന്നാണല്ലോ ഗോതമ്പ് പൊടി. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും ബർഫി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബർഫി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു അരക്കപ്പ് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകണം. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ഗോതമ്പ് പൊടിയാണോ എടുക്കുന്നത് അതിൻ്റെ പാതി നെയ്യ് എടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നെയ്യ് ചൂടാക്കുവാൻ. ഈ നെയ്യിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ആ നെയ്യും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾ തീ കൂട്ടിയിടരുത്, അത് പ്രത്യേകം ഓർക്കണം. കാരണം ഈ ഗോതമ്പ് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന ബർഫിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രൗൺ കളർ ആകും. ആ സമയം വരെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറും. ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത ഒരു മണം വരും. ആ സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റണം. ഗോതമ്പ് പൊടി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രത്തോളം മതിയാകും. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് തനിയായിട്ട് ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഏലക്കയും പഞ്ചസാരയും കൂടി എടുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര പാനി തയ്യാറാക്കുവാനായി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊരു 1/4 കപ്പോളം വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി തനിയായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ പഞ്ചസാര ഏലക്കയും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കാം. ഇപ്പോൾ ഏലക്കയുടെ ടേസ്റ്റിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം. പഞ്ചസാര പാനി ഒരു നൂൽപ്പരുവം അല്ലെങ്കിൽ ഒരു സൂചിപ്പരുവം ആകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് കുറുകി വരുന്ന ഒരു പരുവമായിരിക്കണം. നമ്മളത് കൈകൊണ്ട് തൊടുന്ന സമയത്ത് ഒന്ന് സൂചി പോലെ അല്ലെങ്കിൽ നൂല് പോലെ ഒന്ന് വലിഞ്ഞു വരണം. അതാണ് ഇതിന് വേണ്ട പാകം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കളറിന് വേണ്ടിയാണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ കളറൊന്നും ചേർക്കാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കളർ ചേർക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർക്കാം. പഞ്ചസാര പാനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് കയ്യിലെടുത്തൊന്ന് നോക്കാം. ഇത് നന്നായി വലിഞ്ഞു വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതുപോലെ നൂല് പോലെ വലിഞ്ഞു വരികയാണെങ്കിൽ ഇതാണ് കറക്റ്റ് പരുവം. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയില്ലേ, അത് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു വെക്കാം. നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ നെയ്യൂടി പുരട്ടിയിട്ട് എടുക്കണം. കാരണം ഇത് തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യ് പുരട്ടുന്നത് നല്ലതാണ്. ഇത് ഒരുപാട് അങ്ങ് തണുത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഒരു പക്ഷേ നിങ്ങളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ നോക്കിയാൽ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ട് നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ അടിപൊളി ഗോതമ്പ് ബർഫി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം.
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.